ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. കൊഞ്ച് വെച്ച് നമുക്കൊരു ചമ്മന്തി അരയ്ക്കാം. വെറും കൊഞ്ചല്ല, ഉണക്ക കൊഞ്ച് വെച്ച് നല്ല അടിപൊളി ഒരു ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതിന് ആവശ്യമായത് എന്തൊക്കെയെന്ന് നോക്കാം. പ്രധാനമായിട്ടും വേണ്ട നമ്മുടെ താരമായ ഉണക്ക കൊഞ്ച് തന്നെ. പിന്നെ വേണ്ടത് ഒരു 4-5 ചുവന്നുള്ളി, ഒരു 7-8 വറ്റൽമുളക്, ഒരു പിടി കുരുമുളക്, ഒരു ചെറിയ കഷ്ണം പുളി. പിന്നെ നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ, ഒരു മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം ഇരുമ്പേട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറ്റൽമുളക്, ചുവന്നുള്ളി, കുരുമുളക് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോവാതെ ചെറിയ തീയിലിട്ട് നന്നായി ഇളക്കി ഉള്ളിയും വറ്റൽമുളകും കുരുമുളകും ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുന്നൊരു പരുവാകുമ്പം ഇറക്കി വെക്കണം. അതിനുശേഷം അതേ ഇരുമ്പേട്ടി തന്നെ നമ്മുടെ ഉണക്കക്കൊഞ്ച് മൂപ്പിച്ചെടുക്കണം. അതും ചെറുതീയിലിട്ട് നല്ലതുപോലെ മൂപ്പിക്കണം. കാരണം നമ്മൾ ഈ കൊഞ്ച് പിടിക്കുമ്പോൾ നന്നായിട്ട് ഒടിഞ്ഞു വരുന്ന കണക്ക് നല്ലോണം മൂപ്പിച്ചെടുത്ത് കരിയാതെ അതിൻ്റെ ഒരു പരുവത്തിൽ തന്നെ മൂപ്പിച്ചെടുത്ത് അതും മാറ്റി വെക്കണം. മൂപ്പിച്ച് വെച്ച കൊഞ്ച് ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആദ്യം മൂപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും വറ്റൽമുളകും കുരുമുളകും ഒരു കഷ്ണം പുളിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ആദ്യം നന്നായിട്ടത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. കാരണം ഈ വറ്റൽമുളകും ഒക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞു വരണ്ടേ. അപ്പം നന്നായിട്ട് വറ്റൽമുളകും ഉള്ളിയും പുളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരഞ്ഞു വരുന്ന ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുമ്പം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വേണം അരയ്ക്കാൻ. ആ തേങ്ങയും നമ്മൾ ആദ്യം അരച്ച് വെച്ച മുളകും എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ മിക്സിയിൽ അരച്ച ശേഷം ഉണക്കക്കൊഞ്ച് ഈ അരപ്പിലോട്ട് വീണ്ടും ഉണക്കക്കൊഞ്ച് ചേർത്ത് ഒന്ന് കറക്കിയെടുക്കണം. കാരണം ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട. കാരണം നമ്മൾ ചമ്മന്തി എടുക്കുമ്പം ഉണക്കക്കൊഞ്ചിൻ്റെ ആ ഒരു ഇത് നമുക്ക് ചവയ്ക്കാൻ പറ്റണം. ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ കൊഞ്ച് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ പുളിക്കും എരിക്കും അനുസരിച്ച് പുളി കൂട്ടിയോ കുറയ്ക്കുകയോ എരി വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചേർക്കുകയൊക്കെ ചെയ്യാം. ഇപ്പം ഞാനിവിടെ വറ്റൽമുളകാണ് എടുത്തത്. അതിന് പകരം നമുക്ക് മുളക് പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതുണ്ടെങ്കിൽ വേറെ ഒരു കറികളും വേണ്ട, നമുക്ക് ചോറ് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.